യൂറോപ്പിലെ ഏറ്റവും സുന്ദരമായ ചരിത്ര നഗരങ്ങളിലൊന്നായ ക്രാക്കോ യാത്രയുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രാക്കോ പോളണ്ടിലെ ഏറ്റവും പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ നഗരങ്ങളിലൊന്നാണ്. ഒരു കാലത്ത് ക്രാക്കോ പോളണ്ടിൻ്റെ തലസ്ഥാനമായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ മധ്യകാല സ്ക്വയറുകളിലൊന്നായ റീനക്ലോണി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാവൽ കാസ്റ്റൽ ക്രാക്കോവിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ക്രാക്കോവിൻ്റെ ഓൾഡ് ടൗൺ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. സ്റ്റുഡൻസ് ടൗണായി അറിയപ്പെടുന്ന ക്രാക്കോവിൽ നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട്. ഭക്ഷണവും കഫേ സംസ്കാരവും ക്രാക്കോവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ക്രാക്കോവിൻ്റെ സിറ്റി സെൻറ്റർ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ സ്റ്റെയർ മിയാസ്റ്റോ എന്നാണ് അറിയപ്പെടുന്നത്. സിറ്റി സെൻറ്ററിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് ബസിലിക്ക അതിൻ്റെ ഉയർന്ന ഗോപുരങ്ങൾ കൊണ്ട് പ്രശസ്തമാണ്. പഴയകാല കെട്ടിടങ്ങളും കല്ലിട്ട് നിർമ്മിച്ച തെരുവുകളും സിറ്റി സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ്. ഷോപ്പുകൾ, കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, തെരുവ് കലാകാരന്മാർ എന്നിവ സിറ്റി സെൻറ്ററിൽ നിറഞ്ഞു നിൽക്കുന്നു. ക്രാക്കോവ് സിറ്റി സെൻറ്റർ മുഴുവൻ നടന്ന് സഞ്ചരിക്കാൻ വളരെ സൗകര്യപ്രദമാണ്. രാത്രി സമയത്ത് സിറ്റി സെൻറ്റർ കൂടുതൽ ജീവൻ നിറഞ്ഞതായിരിക്കും. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം സിറ്റി സെൻറ്ററിനോടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ക്രാക്കോ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാ വർഷവും റീനക്ലോണി സ്ക്വയറിൽ നടത്തപ്പെടുന്നു. ഇത് ഡിസംബർ മാസത്തിൽ ആരംഭിച്ച് ക്രിസ്മസ് കഴിഞ്ഞു വരെ തുടരും. മാർക്കറ്റിൽ പാരമ്പര്യ പോളിഷ് ഉൽപ്പന്നങ്ങൾ, കൈത്തറി വസ്തുക്കൾ, പോളിഷ് ഭക്ഷണങ്ങൾ, ചോക്ലേറ്റ്, ഹാൻഡ്മെയ്ഡ് ഗിഫ്റ്റുകൾ എന്നിവ ലഭ്യമാണ്. മിന്നുന്ന ലൈറ്റുകളും ക്രിസ്മസ് ട്രീകളും സംഗീത പരിപാടികളും എന്നിങ്ങനെ ഉൾപ്പെടുന്ന ഉത്സവ അന്തരീക്ഷം തന്നെയാണ് അവിടെയുള്ളത്. கொண்டு மழையாத்துவாதோ வந்து உன்னை தொட்ட பின்னே தாகம் தீர்ந்ததென்று கடலில் சேராதோ. பெண்ணே 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 உந்தன் முன்னே 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 தன்னார் உள்ளே உள்ளே உருகுது நெஞ்சமே. സിറ്റി സ്ക്വയറായ റീനക്ലോണി ക്രാക്കോവിൻ്റെ ഹൃദയവും യൂറോപ്പിലെ ഏറ്റവും വലിയ മധ്യകാല നഗര സ്ക്വയറുകളിലൊന്നുമാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. പ്രധാന ആഘോഷങ്ങളും പരിപാടികളും ഇവിടെ നടക്കാറുണ്ട്. ക്ലോത്ത് ഹാൾ ക്രാക്കോവിലെ റീനക്ലോണി മാർക്കറ്റ് സ്ക്വയറിന് മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടം മധ്യകാലഘട്ടത്തിൽ ക്രാക്കോവിൻ്റെ വ്യാപാര കേന്ദ്രം ആയിരുന്നു. യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, മസാലകൾ, സോൾട്ട്, മെറ്റൽ വസ്തുക്കൾ എന്നിവ ഇവിടെ വ്യാപാരം ചെയ്തിരുന്നു.
16-ാം നൂറ്റാണ്ടിൽ കെട്ടിടം റിനൈസൻസ് ശൈലിയിൽ പുനർനിർമ്മിക്കപ്പെട്ടു. അകത്തെ നീളം കൂടിയ പാതയുടെ ഇരുവശങ്ങളിലും ചെറിയ കടകൾ ഉണ്ടായിരുന്നുവെന്ന് ഇന്നും കാണാം. സെന്റ് മേരീസ് ബസിലിക്ക ക്രാക്കോവിലെ പ്രധാന ഹിസ്റ്റോറിക് ചർച്ചുകളിലൊന്നാണ്. ഇത് റീനക്ലോണി മാർക്കറ്റ് സ്ക്വയറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 2 വ്യത്യസ്ത ഉയരത്തിലുള്ള ഗോപുരങ്ങളാണ് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത. ഓരോ മണിക്കൂറിലും ഉയർന്ന ഗോപുരത്തിൽ നിന്നും ട്രംപറ്റ് സംഗീതം മുഴങ്ങും. ഈ പാരമ്പര്യം മധ്യകാലഘട്ടം മുതൽ ഇന്നും തുടരുകയാണ്. ദേവാലയത്തിനുള്ളിലെ മരത്തിൽ കൊത്തിയ അൾട്ടാർ ലോകത്തിലെ ഏറ്റവും വലിയ ഗോത്തിക് ആർട്ടുകളിലൊന്നാണ്. ഗോതിക് ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ക്രാക്കോവിൻ്റെ സാംസ്കാരികവും മതപരവുമായ പ്രതീകങ്ങളിലൊന്നാണ് സെന്റ് മേരീസ് ബസിലിക്ക. സിറ്റി സെൻറ്റർ സന്ദർശിക്കുന്ന എല്ലാ ടൂറിസ്റ്റുകളും കാണേണ്ട ഒരു പ്രധാന അട്രാക്ഷനാണ് ഇത്. പണ്ടുകാലത്ത് ക്രാക്കോ നഗരത്തിന് ചുറ്റും മതിലുണ്ടായിരുന്ന കാലം ഒരിക്കൽ ശത്രുക്കൾ നഗരത്തെ ആക്രമിക്കാൻ സമീപിക്കുന്നതായി ഒരു കാവൽക്കാരൻ കണ്ടു. ഉടൻ തന്നെ നഗരവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സെന്റ് മേരീസ് ബസിലിക്കയുടെ ഉയർന്ന ഗോപുരത്തിൽ നിന്ന് ട്രംപറ്റ് മുഴക്കുവാൻ തുടങ്ങി. പക്ഷേ ശത്രുവിൻ്റെ അമ്പ് കാവൽക്കാരൻ്റെ കഴുത്തിൽ തട്ടി. കാഹളം പൂർണ്ണമായി മുഴങ്ങുന്നതിന് മുൻപ് അവൻ വീണു. ഈ ധീര കാവൽക്കാരൻ്റെ ത്യാഗത്തെ അനുസ്മരിക്കാനായി ഓരോ മണിക്കൂറിലും സെന്റ് മേരീസ് ബസിലിക്കയുടെ ഗോപുരത്തിൽ നിന്ന് ഈ സംഗീതം ഇന്നും മുഴങ്ങുന്നു. ഇത് ക്രാക്കോവിൻ്റെ ചരിത്രവും ധൈര്യവും ഓർമ്മിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ്. പള്ളിയുടെ ഗോപുരത്തിൻ്റെ ഉയരവ്യത്യാസത്തെക്കുറിച്ച് ചരിത്രപരമായ കാരണവും ജനകഥയും നിലവിലുണ്ട്. 2 ഗോപുരങ്ങളും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായാണ് നിർമ്മിച്ചത്. ഉയർന്ന ഗോപുരം നഗരത്തെ കാവൽ നോക്കാൻ ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നാണ് ഓരോ മണിക്കൂറിലും ട്രംപറ്റ് കാഹളം മുഴങ്ങുന്നത്. കുറച്ചു താഴ്ന്ന ഗോപുരം മണിഗോപുരം ആയി ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഒരേ ഉയരത്തിൽ പണിയേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു ചരിത്രപരമായ കാരണം. എന്നാൽ ജനകഥ ഇതാണ്: 2 സഹോദരന്മാരാണ് ഈ ഗോപുരങ്ങൾ പണിതതെന്ന് പറയുന്നു. എന്നാൽ ഒരാൾ മറ്റൊരാളേക്കാൾ ഉയരമുള്ള ഗോപുരം പണിതതിൽ അസൂയപ്പെട്ടു. അസൂയ മൂലം ഒരു സഹോദരൻ മറ്റേയാളെ കൊന്നു എന്നതാണ് കഥ. പിന്നീട് അവനും പശ്ചാത്താപത്തിൽ ജീവനൊടുക്കിയതായി പറയപ്പെടുന്നു. വാവൽ കാസ്റ്റൽ ക്രാക്കോയുടെ പാരമ്പര്യവും ചരിത്രപരവുമായ പ്രധാന ആകർഷണമാണ്. വിസ്റ്റുല റിവറിൻ്റെ തീരത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാവൽ കാസ്റ്റലിൻ്റെ സമീപത്ത് തന്നെയായി വാവൽ കത്തീഡ്രൽ നമുക്ക് കാണുവാൻ സാധിക്കും. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாளே தகுமா? தென்மலை தேக்குக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா? நீரும் சேரும் கலந்தது போலே கலந்த
വാവൽ കാസ്റ്റലിന് സമീപമുള്ള വാവൽ ഡ്രാഗൺ പോളണ്ടിലെ ഏറ്റവും പ്രശസ്തമായ പൗരാണിക കഥകളിൽ ഒന്നാണ്. കാസ്റ്റലിന് സമീപം ഡ്രാഗൺ സ്റ്റാച്യു ഉണ്ട്. അത് ദിവസവും 5 to 10 മിനിറ്റ്സ് ഇടവിട്ട് തീ തുപ്പുകയും സന്ദർശകർക്ക് ആകർഷണമുണ്ടാക്കുകയും ചെയ്യുന്നു. വിസ്റ്റുല റിവർ പോളണ്ടിലെ ഏറ്റവും വലിയ റിവറാണ്. ക്രാക്കോ നഗരം ഇതിൻ്റെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. വാവൽ കാസ്റ്റൽ, ഓൾഡ് ടൗൺ എന്നിവയും ഇതിൻ്റെ തീരത്ത് തന്നെയാണുള്ളത്. ക്രാക്കോവിൻ്റെ ഓൾഡ് ടൗൺ ഭാഗത്ത് ഹോഴ്സ് ഡ്രോൺ കാരിയേജ് സവാരികൾ വളരെ പ്രശസ്തമാണ്. റീനക്ലോണി മാർക്കറ്റ് സ്ക്വയറിൽ നിന്ന് സവാരി ആരംഭിച്ച് സിറ്റി സെൻറ്ററിൻ്റെ ചരിത്രപരമായ പ്രധാന സ്ഥലങ്ങൾ കാണുവാൻ സാധിക്കും. ഈ സവാരി 20 to 60 മിനിറ്റ് വരെ നീളാൻ കഴിയും. യാത്രാ നീളവും റൂട്ടും മുൻകൂട്ടി തീരുമാനിക്കാം. കുതിരവണ്ടികൾ പഴയകാല ശൈലിയിലുള്ളവയാണ്. യാത്രയിൽ സെന്റ് മേരീസ് ബസിലിക്ക, ക്ലോത്ത് ഹാൾ, വാവൽ കാസ്റ്റൽ തുടങ്ങിയ പ്രധാന ആകർഷണങ്ങൾ കാണാം. மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை கண்டேனே செந்தேனே. விழி மூடி யோசித்தால் அங்கேயும் வந்தாய் முன்னே முன்னே, தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடியது போல் மழைக்காலம் என் வாழ்வில் வருமா, மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே, விழி வழியே விழி வழியே நான் என்னை கண்டேனே செந்தேனே. കാസിമേഴ്സ് ക്രാക്കോവിലെ ഏറ്റവും പഴയ ജൂത കോളനിയാണ്. 14-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ പ്രദേശം ജൂത സമുദായത്തിൻ്റെ മത, സംസ്കാര, വാണിജ്യ കേന്ദ്രമായിരുന്നു. ഇവിടെ പാരമ്പര്യ സിനഗോഗുകൾ, ജൂതശാസ്ത്രീയത എന്നിവ സ്ഥിതി ചെയ്യുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു മുൻപ് വലിയ ജൂത സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. സെന്റ് കാത്തറിൻസ് ചർച്ച് കാസിമേഴ്സിൻ്റെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ഗോതിക് ശൈലിയിലുള്ളതുമായ ചർച്ചാണിത്. கடலாய் பேசிடும் வார்த்தைகள் யாவும் துளியாய் துளியாய் குறையும், மௌனம் பேசிடும் பாஷைகள் மட்டும் புரிந்திடுமே. தானாய் எந்தன் கால்கள் இரண்டும் முந்தன் திசையில் நடக்கும், தூரம் நேரம் காலம் எல்லாம் சுருங்கிடுமே. இந்த காதல் வந்து விட்டால் நம் தேகம் மிதந்திடுமே, விண்ணோடும் முகிலோடும் விளையாடி திரிந்திடுமே. விழி மூடி யோசித்தால் அங்கேயும் வந்தாய் முன்னே முன்னே, தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடியது போல் மழைக்காலம் என் வாழ்வில் வருமா. ക്രാക്കോയിലെ കാസിമേഴ്സ് ജൂയിഷ് ക്വാർട്ടറിൽ സ്ഥിതി ചെയ്യുന്ന ഓൾഡ് ജൂയിഷ് സെമിറ്ററി 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു. ഇത് യൂറോപ്പിലെ ഏറ്റവും പഴയ ജൂത ശ്മശാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ശ്മശാനങ്ങളിൽ അനേകം പ്രാചീന ഗ്രാവ് സ്റ്റോണുകളും ഹെബ്രു ശില്പലേഖനങ്ങളും കാണാം. സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ഈ ശ്മശാനത്തിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും പിന്നീട് അത് പുനരുദ്ധരിക്കപ്പെട്ടു. ക്രാക്കോയിൽ പ്ലാസോ കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് 1942 ആണ് ആരംഭിച്ചത്. ക്രാക്കോയിലെ ജൂതന്മാരെയും മറ്റ് നാസികൾ ലക്ഷ്യമിട്ട ആൾക്കാരെയും തടവിലാക്കാനും ബലപ്രയോഗത്തിലൂടെ ജോലികൾ ചെയ്യിപ്പിക്കുവാനും
കൊന്നുകളയാനും ഉപയോഗിച്ച ക്യാമ്പാണിത്. കോൺസെൻട്രേഷൻ ക്യാമ്പ് വിസിറ്റ് ചെയ്യുവാനായി ഈ യാത്രയിൽ ഞങ്ങൾക്ക് സാധിച്ചില്ല. சுற்றும் பூமி என்னை விட்டு தனியாய் சுற்றி பறக்கும். நின்றால் நடந்தால் நெஞ்சில் ஏதோ புதுமயக்கம். இது மாய வலையல்லவா, புதுமோன நிலையல்லவா. உடை மாறும் நடை மாறும் ஒரு வாரம் என்னை பிடிக்கும். விழி மூடி யோசித்தால் அங்கேயும் வந்தாய் முன்னே முன்னே. தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே. அடியது போல் மழைக்காலம் என் வாழ்வில் வருமா? ക്രാക്കോ യാത്രയിൽ പാരമ്പര്യവും ചരിത്രവും കലയും സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചു. സെന്റ് മേരീസ് ബസിലിക്ക, വാവൽ കാസ്റ്റൽ, ഓൾഡ് ടൗൺ, റീനക് ക്ലോണി, കാശ്മീർസ് ജൂയിഷ് ക്വാർട്ടർ, വിസ്റ്റുല റിവർ എന്നിവയുടെ മികച്ച കാഴ്ചകളും അനുഭവങ്ങളും യാത്രയിൽ ഉൾപ്പെട്ടു. ഹോഴ്സ് റൈഡ്, ബോട്ട് റൈഡ്, ക്രിസ്മസ് മാർക്കറ്റ്, പ്രാദേശിക ഭക്ഷണം എന്നിവ ഒരു സിനിമാറ്റിക് അനുഭവമായി മാറി. Now returning to Bergen, these memories and photos will remain unforgettable, enriching our travel story. ക്രാക്കോയിലെ മനോഹരമായ ഈ യാത്ര അവസാനിക്കുന്നു. ചരിത്രവും സംസ്കാരവും സൗന്ദര്യവും നിറഞ്ഞ ക്രാക്കോ ബെർഗനിലേക്ക് മടങ്ങുമ്പോൾ എന്നും ഓർമ്മകളിൽ തുടരും.